നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ നേപ്പാൾ യാത്രയുടെ 2ാം ദിവസം രാവിലെ. ഇപ്പോൾ സമയം 6 മണിയായി. ഇന്ന് വെളുപ്പിനെ തന്നെ ഒരു സ്ഥലം കാണാൻ പോകേണ്ടതുണ്ട്. അതിനാലാണ് വെളുപ്പിനെ റെഡിയായി പുറത്തിറങ്ങിയത്. പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ്. നേപ്പാളിലെ ഒരു പുരാതന ഹിന്ദു ക്ഷേത്രം, പശുപതിനാഥ് ക്ഷേത്രം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ വന്ന് ഇന്ന് തന്നെ ഞങ്ങൾക്ക് പൊക്രയിലേക്ക് പോകേണ്ടതുണ്ട്. പൊക്രയിലേക്ക് പോകാൻ 8 മണിക്കൂർ ഉണ്ടാകും ഈ യാത്ര. മാത്രമല്ല, ക്ഷേത്രത്തിൽ നല്ല ക്യൂ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു 2 മണിക്കൂറിൽ കൂടുതൽ ക്യൂ നിന്നാലേ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയും. അതുകൊണ്ടാണ് ഈ പുലർച്ചെയുള്ള യാത്ര. ഞങ്ങൾ പശുപതിനാഥ് ക്ഷേത്രത്തിലെത്തി. ഇതൊരു ശിവക്ഷേത്രമാണ്. ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കുന്നത് പ്രധാന ഗേറ്റിലൂടെ അല്ല. അതുവഴി ഞങ്ങളെ കടത്തി വിട്ടില്ല. എന്താ കാര്യമെന്നറിയില്ല. ചിലപ്പോൾ ടൂറിസ്റ്റുകൾ ആയതിനാലാവും. പ്രധാന ഗേറ്റിന് മുമ്പ് തന്നെ മറ്റൊരു വഴിയുണ്ട്. ആ വഴി വന്നാൽ നമ്മുടെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ശേഷം അതുവഴിയും ക്ഷേത്രത്തിലേക്ക് കടക്കാം. ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ കഴിയില്ല. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പുറത്തുനിന്നുള്ള വീഡിയോസ് മാത്രമേ എടുക്കാൻ കഴിയൂ. ഈ ക്ഷേത്രം എന്നാണ് നിർമ്മിക്കപ്പെട്ടത് എന്നതിന് തെളിവൊന്നുമില്ല. എങ്കിലും BC 400-ലാണ് ഇത് പണിതതെന്നാണ് വിശ്വാസം. അതിന് ബലമേകുന്ന ചില വസ്തുവകകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രം 5-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഉണ്ടായിരുന്നതായി സ്ഥിരീകരണമുണ്ട്. ഇത് കാഠ്മണ്ഡുവിലെ ഏറ്റവും പുരാതന ഹിന്ദു ക്ഷേത്രമാണ്. വാഗ്മതി നദിയുടെ കരയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മുഗൾ ഭരണകാലത്ത്, അതായത് 14-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും തകർക്കപ്പെട്ടു. ഇന്നീ കാണുന്ന ക്ഷേത്രം 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഇവിടെ 4 തലയുള്ള ഒരു കാളയുടെ സ്റ്റാച്യു ഉണ്ട്. യുനെസ്കോ 1979 മുതൽ ഇവിടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഈ ക്ഷേത്രത്തിന്റെ ഒരു വശത്തുകൂടെ ഒഴുകുന്ന ഭാഗമതി നദിയുടെ കരയിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ വീഡിയോ എടുക്കാൻ അനുവദിച്ചില്ല. വളരെ മലിനമാണ് നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പകുതി വെന്ത മൃതദേഹങ്ങൾ വരെ ചാരത്തോടൊപ്പം നദിയിലേക്ക് തള്ളിയിടുന്നുണ്ട്. പ്രധാന പഗോഡ ഹൗസ് കൂടാതെ 518 ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഈ കോമ്പൗണ്ടിലുണ്ട്. ശിവപുരാണത്തിൽ നയാപാല എന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയാണ് പശുപതിനാഥ് ശിവലിംഗം ഉള്ളതായി പറയുന്നത്. നേപ്പാൾ ഉണ്ടായത് നയാപാലയിൽ നിന്നാണെന്നാണ് ഒരു വിശ്വാസം. അമ്പലമൊക്കെ കണ്ട് തിരികെ ഹോട്ടലിലെത്തി. ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. ചപ്പാത്തിയും ബ്രെഡും മുട്ടയും പിന്നെ കുറെ ഫ്രൂട്ട്സും. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ദിവസത്തെ യാത്രയുണ്ട് പൊക്കാറയിലേക്ക് എത്താൻ. കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്കാറയ്ക്ക് 200 കിലോമീറ്ററാണ് ദൂരം.
പക്ഷെ 8 മണിക്കൂർ സമയമെടുക്കും യാത്രയ്ക്ക്. കാരണം റോഡുകൾ മുഴുവൻ കഴിഞ്ഞ ഭൂകമ്പത്തിൽ തകർന്നതിനാൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതേയുള്ളൂ. നേപ്പാൾ ഹിമാലയത്തിന്റെ ഒരു ഭാഗമാണ്. എവിടെ നോക്കിയാലും മലകളാണ്. അതുകൊണ്ട് റോഡ് നിർമ്മാണവും ദുർഘടമാണ്. ഇവിടെ പുതിയ തരത്തിൽ മല തുരന്ന് ടണൽ റോഡുകളല്ല ഉള്ളത്. മലയുടെ ചരിവിലൂടെ കയറിയും ഇറങ്ങിയുള്ള ചുരം റോഡുകളാണ് ഇവിടെ ഉള്ളത്. ഭൂമി കുലുക്കം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുള്ള ഇടമാണ് നേപ്പാൾ. 2015 ഇവിടെ ഉണ്ടായത് ഒരു വൻ ഭൂകമ്പമാണ്. 2015 ഏപ്രിൽ 25 പകൽ 11:56 ആ ഭൂമി കുലുക്കം ഉണ്ടായത്. റെക്ടർ സ്കെയിലിൽ 8 രേഖപ്പെടുത്തിയതാണ് ആ ഭൂകമ്പം. നേപ്പാളിലെ ഗൂർഖ ഡിസ്ട്രിക്റ്റിന്റെ കിഴക്ക് ഭാഗമായിരുന്നു തഹോ കേന്ദ്രം. നമ്മൾ അതുവഴിയാണ് പൊക്കാറയ്ക്ക് പോകുന്നത്. 1934 ശേഷമുള്ള ഏറ്റവും നാശനഷ്ടമുണ്ടായ ഭൂകമ്പമായിരുന്നു അത്. 8964 പേർ മരിക്കുകയും 21,952 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കാഷ്വാലിറ്റി കുറഞ്ഞത് ഭൂകമ്പം ഉണ്ടായത് പകലായതിനാലാണ്. ഗ്രാമീണർ മിക്കവരും വീടിന് പുറത്തായിരുന്നു. അപ്പോൾ പല ഗ്രാമങ്ങളും പൂർണ്ണമായി നശിച്ചു. അതുപോലെ പല പുരാതന ക്ഷേത്രങ്ങളും പുരാതന നിർമ്മിതികളും തകർന്ന തരിപ്പണമായി. ഈ രാജ്യത്തിന് താങ്ങാവുന്നതിൽ കൂടുതൽ നഷ്ടമാണ് അന്നുണ്ടായത്. ലോകരാഷ്ട്രങ്ങളുടെ സഹായത്തോടെയാണ് പുനരുദ്ധാരണം നടന്നത്. പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടില്ല. അതിപ്പോഴും തുടർന്നു വരുന്നു. ഇന്ത്യയാണ് ഏറ്റവും വലിയ സഹായം നൽകിയത്. $1 ബില്യൺ ഇന്ത്യ സഹായമായി നേപ്പാളിന് നൽകിയത്. ചൈന $483 മില്യൺ, അമേരിക്ക $10 മില്യൺ സഹായമായി നൽകിയത്. ഭൂകമ്പ സഹായമായി നേപ്പാളിന് $3 ബില്യൺ ലഭിച്ചു. അതിൽ 1/3 ഇന്ത്യ നൽകിയ സംഭാവനയാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത്തരം യാത്രകളിലാണ് സ്ഥലങ്ങളെ കുറിച്ച് പറയാൻ പറ്റിയ സമയം. അതുകൊണ്ട് കാഠ്മണ്ഡുവിനെ കുറിച്ച് പറയാം. കാഠ്മണ്ഡു നേപ്പാളിന്റെ തലസ്ഥാന നഗരമാണ്. ഹിമാലയൻ മലകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരം. കാഠ്മണ്ഡുവിന്റെ വിസ്തീർണം 49.45 സ്ക്വയർ കിലോമീറ്റർ ആണ്. ജനസംഖ്യ 14.4 ലക്ഷവും. സ്വയംഭൂ പുരാണത്തിൽ കാഠ്മണ്ഡുവിനെ കുറിച്ച് പറയുന്നത് ഇതാണ്: കാഠ്മണ്ഡു എന്ന വാലി മുഴുവൻ ഒരു തടാകമായിരുന്നു. അതിൽ നിറയെ വിഷസർപ്പങ്ങൾ ഉണ്ടായിരുന്നു. നാഗ്ദഹ എന്നായിരുന്നു ആ തടാകത്തിന്റെ പേര്. ബുദ്ധസന്യാസിയായിരുന്ന ബോധിസത്വ മഞ്ജുശ്രീ വാൾ കൊണ്ട് വെട്ടി വഴിയുണ്ടാക്കി ആ തടാകത്തിലെ വെള്ളം മുഴുവൻ വറ്റിച്ചു. എന്നാൽ പിന്നീട് ബാണാസുര എന്ന അസുരൻ വെള്ളം പുറത്തേക്ക് പോകുന്ന വഴി അടച്ച് വീണ്ടും തടാകമാക്കി. പിന്നീട് ശ്രീകൃഷ്ണൻ ബാണാസുരനെ കൊന്ന് സുദർശന ചക്രം ഉപയോഗിച്ച് വീണ്ടും വെള്ളം വറ്റിച്ചു കരയാക്കി. ഇതാണ് കഥ. മിത്താണോ സത്യമാണോ എന്ന് ഓരോരുത്തരുടെയും യുക്തി അനുസരിച്ച് തീരുമാനിക്കാം. എനിക്കിത് മിത്താണ്. ഈ റോഡിന്റെ ഭൂരിഭാഗവും 2015 ഭൂകമ്പത്തിൽ ഒലിച്ചു പോയിട്ടുള്ളതാണ്. ഈ റോഡിന് സമാന്തരമായി ഒരു നദി ഒഴുകുന്നുണ്ട് നമ്മുടെ വലതുവശത്തായി. ഈ നദിയുടെ പേര് ത്രിശൂലി എന്നാണ്. ഇത് ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ്. ഹിമാലയത്തിൽ നിന്നുള്ള ഐസുരുകി ഉണ്ടാകുന്ന വെള്ളമാണ് അതിലൂടെ ഒഴുകുന്നത്. ഈ നദി പിന്നീട് നാരായണി നദിയിൽ ലയിക്കും. നാരായണി നദി തെക്കോട്ടൊഴുകി നമ്മുടെ യമുന നദിയിൽ ലയിക്കും. വാട്ടർ സ്പോർട്സിന് പേരുകേട്ട നദിയാണ് ത്രിശൂലി നദി. റിവർ റാഫ്റ്റിംഗ് പോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഈ നദിയുടെ പല ഭാഗത്തും ഉണ്ട്. 200 കിലോമീറ്ററാണ് ഈ നദിയുടെ നീളം. ഈ നദിക്ക് 2015 ഭൂകമ്പത്തിൽപ്പെട്ട് പല ഭാഗത്തും മാറ്റം വന്നിട്ടുണ്ട്. അന്ന് ഈ നദിയിലെ ഒഴുക്കിൽപ്പെട്ട് ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഗ്രാമപ്രദേശത്തു കൂടെയാണ്.
നേപ്പാളിലെ ഗ്രാമീണരിൽ ഭൂരിഭാഗത്തിന്റെയും ഉപജീവന മാർഗം കൃഷിയാണ്. മലഞ്ചെരുവിലുള്ള ടെറസ്ഡ് ഫാമിംഗ് ആണ് ഇതിൽ പ്രധാനം. നമ്മൾ പോകുന്ന വഴിയിൽ ധാരാളം ഗ്രാമങ്ങളും അവിടെയുള്ള കൃഷിയിടങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. നെല്ല്, മൈസ്, മില്ലറ്റ്, ഗോതമ്പ്, ബാർലി തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. 1980 മുമ്പ് നേപ്പാളുകളിൽ 90% പേരുടെയും ഉപജീവന മാർഗം കൃഷിയായിരുന്നു. എങ്കിൽ ഇവിടുത്തെ ഭൂമിയുടെ 20% മാത്രമാണ് അന്ന് കൃഷി ഉണ്ടായിരുന്നത്. ഇന്ത്യ $1 ബില്യൺ ഭൂകമ്പ സഹായമായി നൽകിയെങ്കിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചൈനീസ് കമ്പനികളാണ് നടത്തുന്നത്. ചൈന ഇവിടെയും പിടിമുറുക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനം ഇവിടുത്തെ നാട്ടുകാരുടെ പെരുമാറ്റത്തിൽ നിന്നും ദൃശ്യമാവുന്നുണ്ട്. ഇന്ത്യൻ രൂപയ്ക്ക് ഇവിടെ വലിയ വിലയൊന്നുമില്ല. ഇവിടെ ഇന്ത്യൻ കറൻസി ക്രയവിക്രയ വിധേയമാണെങ്കിലും പലരും വാങ്ങാൻ മടിക്കുന്നു. അതിന് കാരണം നമ്മുടെ മഹത്തായ നോട്ട് നിരോധനം ആണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഇന്ത്യയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും എപ്പോഴാണ് നോട്ട് നിരോധിക്കുന്നതെന്നറിയാൻ കഴിയില്ലെന്നുമാണ് ഇവിടുത്തുകാർ പറയുന്നത്. നമ്മുടെ നോട്ട് നിരോധനം അറിയാതെ ഇവിടെ ധാരാളം ആളുകൾക്ക് വലിയ നഷ്ടം ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ഇപ്പോഴുള്ളത് കേസ് എന്ന സ്ഥലത്താണ്. ഉച്ചഭക്ഷണത്തിനായി ഇറങ്ങിയതാണ്. ഇവിടം നേപ്പാളിലെ ചിത്വാൻ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഇടമാണ്. നേപ്പാളിൽ ആകെ 77 ഡിസ്ട്രിക്റ്റുകളാണ് ഉള്ളത്. അതിലൊന്നാണ് ഈ ചിത്വാൻ ഡിസ്ട്രിക്ട്. ഇവിടെ ഈ റെസ്റ്റോറന്റ് കൂടാതെ ഒരു കേബിൾ കാർ സ്റ്റേഷൻ കൂടെ ഉണ്ട്. ആ കാണുന്നതാണ് ആ സ്റ്റേഷൻ. ഈ കേബിൾ കാറുകൾ ആ കാണുന്ന മലയുടെ അപ്പുറമുള്ള ഒരു ക്ഷേത്രത്തിലേക്കുള്ളതാണ്. മനഗമന ദേവി ക്ഷേത്രം. അവിടം ഗൂർഖ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട സ്ഥലമാണ്. മനഗമന ദേവി ക്ഷേത്രം ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഹിന്ദു മതത്തിലുള്ള ഭഗവതിയാണ് പ്രതിഷ്ഠ. മന എന്നാൽ ഹൃദയം എന്നാണ് അർത്ഥം. കമന എന്നാൽ ആഗ്രഹമെന്നും. അതായത് മനഗമന എന്നാൽ ഹൃദയം ആഗ്രഹിക്കുന്നത് എന്നാണ് അർത്ഥം. അത് നടത്തിത്തരുന്ന ക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രം എന്നാണ് വിശ്വാസം. 16-ാം നൂറ്റാണ്ടിൽ പണിതതാണ് ഈ ക്ഷേത്രം. ഗൂർഖ രാജ്യത്തെ രാജാവായിരുന്ന റാൻഷായാണ് ഈ ക്ഷേത്രം പണിതത്. ഈ കേബിൾ കാർ സിസ്റ്റത്തിൽ 34 ഗൊണ്ടോളകളാണുള്ളത്. ഓരോന്നിലും 6 പേർക്ക് യാത്ര ചെയ്യാം. 2.8 കിലോമീറ്ററാണ് ആകെ ദൂരം. 2 സ്റ്റേഷനുകളാണ് ഈ കേബിൾ കാർ റൂട്ടിൽ ഉള്ളത്. ഒന്ന് ഈ കാണുന്നതും മറ്റേത് അങ്ങേ തലക്കിലും. 20 ടവറുകളാണ് ഇതിനുള്ളത്. ഈ സിസ്റ്റം ആസ്ട്രിയയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒന്നാണ്. ഇതിന്റെ പ്രത്യേകത കറണ്ട് പോയാലുടൻ ഓട്ടോമാറ്റിക്കായി ജനറേറ്റർ പ്രവർത്തിച്ച് യാത്ര തടസ്സമില്ലാതെ നടക്കും എന്നുള്ളതാണ്. ഈ റെസ്റ്റോറന്റിനോടനുബന്ധിച്ച് ഒരു ഹോട്ടലുമുണ്ട്. ത്രിശൂലി നദിയുടെ കരയിലാണ് ഈ റെസ്റ്റോറന്റ് ഉള്ളത്. റെസ്റ്റോറന്റിന് ഉള്ളിലും പുറത്തും ഡൈനിങ് ഏരിയ ഉണ്ട്. രാത്രി സമയത്ത് ഔട്ട്സൈഡ് ഡൈനിങ് ആണ് കൂടുതൽ ടൂറിസ്റ്റുകളും തിരഞ്ഞെടുക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര തുടരുകയാണ്. റോഡ് പണി നടക്കുന്നതിനാൽ നല്ല പൊടിയും മണ്ണുമുള്ള റോഡിലൂടെയാണ് യാത്ര. അതുകൊണ്ട് സാവധാനത്തിൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് 200 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 8 മണിക്കൂർ വേണ്ടി വരുന്നത്. സാധാരണ ഒരു 3 മണിക്കൂർ ധാരാളം. ഇവിടെ ത്രിശൂലി നദിയെ നമ്മൾ കുറുകെ കടക്കുകയാണ്. ഇവിടെ നദി നല്ല വീതിയിലാണ് ഒഴുകുന്നത്.
ഈ നദിയിൽ വെള്ളം ഉയരുന്നത് സമ്മർ കാലത്താണ്. വേനലിൽ ഹിമാലയത്തിലെ മഞ്ഞുരുകി ഉണ്ടാകുന്ന വെള്ളമാണ് ഈ നദിയിലൂടെ ഒഴുകുന്നത്. ഇപ്പോൾ നമ്മൾ പൊക്കാറയുടെ ഔട്ടറിലെത്തി. പൊക്കാറയിൽ നമ്മളെ കാത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ആളാണ് നമുക്ക് ഈ രാജ്യത്ത് കണ്ട എല്ലാ സഹായവും ചെയ്തു തരുന്നത്. ആള് ചില്ലറക്കാരനല്ല. നമുക്ക് വഴിയെ പരിചയപ്പെടാം. പൊക്കാറ നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമാണത്. തനത് നേപ്പാളി ശൈലിയിൽ പണിത കവാടം. ഇവിടെയും ഹൈവേയുടെ പണി നടന്നു വരുന്നതേ ഉള്ളൂ. ഏകദേശം 8 മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ. നമ്മുടെ ഡ്രൈവർ ക്ഷീണിതനാണ്. അതിനൊരു കാരണവുമുണ്ട്. നമുക്ക് ചൂടായതിനാൽ AC ഇല്ലാതെ വാഹനയാത്ര പറ്റില്ലല്ലോ. എന്നാൽ ഇയാൾക്ക് തണുപ്പൊട്ടും പറ്റില്ല. അല്ലെങ്കിലും ഇതുപോലെ തണുപ്പ് എക്സ്ട്രീമിൽ പോകുന്ന സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ചൂടാണ് ഇഷ്ടം. നമ്മൾ വാഹനത്തിൽ AC ഓഫ് ചെയ്യാൻ സമ്മതിച്ചില്ല. അയാൾക്കതിൽ നീരസമുണ്ട്. മാത്രമല്ല ഡ്രൈവർ സീറ്റിലേക്കുള്ള AC വെന്റ് ക്ലോസ് ചെയ്യാൻ കഴിയാത്ത കംപ്ലൈന്റ് ഉള്ളൊരു വാഹനമായിരുന്നു ഇത്. അതിന് പരിഹാരമായി അയാൾ ഒരു പേപ്പർ എടുത്ത് ഒരു കൈ കൊണ്ട് AC വെന്റ് അടച്ചു പിടിച്ചാണ് ഒറ്റ കൈ കൊണ്ട് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചത്. ഇത് ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഫ്ലൈ ഓവർ ബ്രിഡ്ജ് കാണുന്നുണ്ട്. ഇതൊരു ഫുട് ബ്രിഡ്ജാണ്. ആളുകൾക്ക് റോഡ് മുറിച്ച് കടക്കാനായി നിർമ്മിച്ചതാണിത്. ഇതുപോലെ എണ്ണം നമ്മുടെ കോട്ടയത്ത് ഒരു സ്മാരകമായി നിൽപ്പുണ്ട്. നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യക്തി. ഇദ്ദേഹം ഇന്ന് നാട്ടുകാരനാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഗൂർഖ റെജിമെന്റിലെ ഒരു റിട്ടയർഡ് ക്യാപ്റ്റനുമാണ് ഇദ്ദേഹം. കുൽബഹദൂർ താപ്പ, അതാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഹായ് ക്യാപ്റ്റൻ, എ ബിഗ് സലൂട്ട്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് റെസ്റ്റ് എടുത്ത് ഫ്രഷായി പുറത്തിറങ്ങി. ഇവിടുത്തെ രാത്രി കാഴ്ചകൾ കാണിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ക്യാപ്റ്റൻ മുംബൈ പോവുകയാണ്. ഈ പൊക്കാറ എന്ന സ്ഥലം കാശ്മീർ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട സ്ഥലമാണ്. ഈ പട്ടണത്തിന്റെ ആകെ വിസ്തീർണം 464.24 സ്ക്വയർ കിലോമീറ്റർ ആണ്. ജനസംഖ്യ 5,99,504. ഈ പൊക്കാറ പട്ടണം നേപ്പാളിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും പബ്ബുകളും ഒക്കെ ഉണ്ട്. രാത്രികളിൽ വളരെ സജീവമാണ് ഇവിടുത്തെ തെരുവുകൾ. റെസ്റ്റോറന്റും പബ്ബുകളും ഒക്കെ ലൈറ്റപ്പ് ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മിക്ക റെസ്റ്റോറന്റുകളും ബാർ അറ്റാച്ച്ഡ് ആണ്. അവയിൽ മിക്കതിലും രാത്രി ഡാൻസ് പോലുള്ള പെർഫോമൻസുകളും ഉണ്ടാകും. ഇവിടുത്തെ ഡാൻസ് ക്യാബറയല്ല, പകരം ഇവരുടെ പരമ്പരാഗത നൃത്തങ്ങളാണ് പെർഫോം ചെയ്യുന്നത്. നമ്മൾ അവയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. കാഠ്മണ്ഡു കഴിഞ്ഞാൽ പിന്നെ നേപ്പാളിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള സിറ്റിയാണ് പൊക്കാറ. റെസ്റ്റോറന്റുകൾ കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇവിടെ കൂടുതലായി കാണാൻ കഴിയുന്നത് ആന്റിക്കുകൾ വിൽക്കുന്ന ഷോപ്പുകളാണ്. ഈ സിറ്റി
ഒരു തടാകത്തിനെ ചുറ്റിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫെവ തടാകം, അതാണ് ആ തടാകത്തിന്റെ പേര്. നമ്മളിപ്പോൾ നടക്കുന്നത് ആ തടാകത്തിന്റെ കരയിലുള്ള നടവഴികളിലൂടെയാണ്. ഈ വഴിയുടെ ഒരു വശം മുഴുവൻ തെരുവ് ഭക്ഷണശാലകളാണ്. നമുക്ക് വിശദമായി തടാകം പകൽ വന്ന് കാണാം. തെരുവ് ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ ഹോട്ടലിൽ തന്നെ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഭക്ഷണമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇവരുടെ ട്രഡീഷണൽ ഫുഡ്. അതുകൊണ്ട് സ്ട്രീറ്റ് ഫുഡ് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ താലി മീൽ. സാധാരണ വെജിറ്റേറിയൻ ആണ് ഈ താലി. എന്നാൽ നമുക്ക് സ്പെഷ്യലായി ചിക്കൻ കൂടെ ഉണ്ട്. ചോറും ചപ്പാത്തിയും പരിപ്പും ഇലക്കറിയും അച്ചാറും പപ്പടം ഒക്കെയുള്ള താലി. ചൂട് നെയ് ഡാലിലും ചോറിലും ഒഴിച്ച് അതുകൂടെ ചേർത്താണ് ഇവർ കഴിക്കുന്നത്. നമ്മുടെ ക്യാപ്റ്റൻ എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അടിപൊളി ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ഞങ്ങളെ ഉറങ്ങാൻ വിട്ടില്ല. ഭക്ഷണം കഴിച്ച ഉടൻ കിടന്നുറങ്ങണ്ട എന്നും വീണ്ടും നൈറ്റ് ലൈഫ് കാണിച്ചു തരാം എന്നും പറഞ്ഞ് വീണ്ടും പുറത്തിറക്കി. കടകളിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹോട്ടലുകൾ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇത്തരം കടകളാണ്. നല്ല വിലയുണ്ട് എല്ലാത്തിനും. മാത്രമല്ല നമ്മൾ പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നെങ്കിൽ ഒന്നിലധികം കടകളിൽ കയറി വില അറിഞ്ഞ ശേഷം മാത്രമേ വാങ്ങാവൂ. ഇതാണ് ലേക്കിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ നമ്മുടെ ഗംഗാ ആരതി പോലുള്ള എന്തോ ചില ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ചുറ്റിലും മലയാണ്. ലേക്കിന്റെ രാത്രി ദൃശ്യമാണ് ഈ കാണുന്നത്. ലേക്കിൽ ധാരാളം വള്ളങ്ങളുണ്ട്. ഇവയൊക്കെ ടൂർ ആക്ടിവിറ്റികൾക്കായി ഉള്ളതാവും. ഏതായാലും നമ്മളിവിടെ വിശദമായി കാണുന്നുണ്ട്. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നേപ്പാളിലെ മനോഹരമായ മറ്റു കാഴ്ചകൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ഗുഡ് ബൈ.